ബാലൻ കെ നായർ ഷീലയെ പ്രേമിക്കുന്ന കഥയാണ് 100 ഡേയ്സ് ഓഫ് ലവ്. ആസ്ഥാന വില്ലനായിരുന്ന ബാലൻ കെ നായർ എന്ന പേര് മാത്രമേ നായകനുള്ളൂ. ആള് പ്രേം നസീറിനെ പോലെ വികാരജീവിയാണ്. ബാലൻ കെ നായർ ഷീലയെ പ്രേമിക്കുന്ന പുതുമയൊഴിച്ചാൽ കൂടുതലായി ഒന്നും പറയാനില്ല. ആദ്യ പകുതി സാമാന്യം ബോറടിപ്പിച്ചും രണ്ടാം പകുതി തരക്കേടില്ലാതെ പറഞ്ഞൊപ്പിക്കുന്ന സിനിമയാണ് 100 ഡേയ്സ് ഓഫ് ലവ്. മുതിർന്ന ചലച്ചിത്ര പ്രവർത്തകനായ കമലിൻ്റെ മകൻ ജുനൂസ് മുഹമ്മദ് മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാനെ നായകനാക്കി അവതരിപ്പിച്ച ഒരു കുട്ടിക്കളിയാണ് 100 ഡേയ്സ് ഓഫ് ലവ് എന്ന് വേണമെങ്കിൽ പറയാം. പ്രേമം അന്നും ഇന്നും പൈങ്കിളിയാണ് എന്ന് സിനിമ തന്നെ പറയുന്നുണ്ട്. അതിൽ ആർക്കും ആക്ഷേപവുമില്ല. കണ്ട് കിളി പോകുന്ന പടങ്ങളുടെ ചാകരയാണ്. അതിനിടയിൽ പൈങ്കിളിയെങ്കിൽ പൈങ്കിളി, പക്ഷേ വെറും വെകിളിയായിപ്പോയതുകൊണ്ടാണ് ഇത് പാഴായിപ്പോയി എന്ന് മടിച്ചു പറയേണ്ടി വരുന്നത്. ജുനൂസ് മുഹമ്മദ് എന്ന ചെറുപ്പക്കാരൻ തിരക്കഥ എഴുതി ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് 100 ഡേയ്സ് ഓഫ് ലവ്. പഴയകാല ഹിന്ദി സിനിമകളിലെ ചില പ്രണയം ഉസ്താദ് ഹോട്ടൽ എന്ന സിനിമയുമായി ബന്ധപ്പെടുത്തിയാൽ എങ്ങനെയിരിക്കും എന്നതൊന്ന് ആലോചിച്ചു നോക്കൂ. അതാണ് 100 ഡേയ്സ് ഓഫ് ലവ്. പൂർണ്ണമായും നായക കഥാപാത്രമായ BKN എന്ന ബാലൻ കെ നായരുടെ കഥയാണ് 100 ഡേയ്സ് ഓഫ് ലവ്. സിനിമ പോലല്ല യഥാർത്ഥ ജീവിതമെന്ന്, യാഥാർത്ഥ്യ ജീവിതത്തിൽ നായികയുടെ കയ്യും പിടിച്ച് നായകൻ ഓടാനാവില്ലെന്നും തൻ്റെ പ്രണയം പരാജയമായിരുന്നുവെന്നും ബാലൻ കെ നായർ അഥവാ ദുൽഖർ സൽമാൻ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പറയുന്ന ഫ്ലാഷ് ബാക്കിലൂടെയാണ് സിനിമ തുടങ്ങുന്നത്. ഉസ്താദ് ഹോട്ടലിലെ പ്രണയ ജോഡികളായ ദുൽഖറും നിത്യ മേനോനുമാണ് സിനിമയുടെ ഹൈലൈറ്റ്. ദുൽഖർ സൽമാൻ എന്ന നടൻ്റെ മാനസങ്ങളിൽ കാര്യമായി ഇൻവെസ്റ്റ് ചെയ്യാനാണ് സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. എല്ലാ സിനിമയിലും കാണുന്ന ആവർത്തിച്ചുള്ള ചലനങ്ങൾ, നോട്ടങ്ങൾ, സംസാര രീതികൾ, കുസൃതികൾ എല്ലാം ദുൽഖറിനെ ദുൽഖറാക്കി തന്നെ നിലനിർത്തുന്നു. റൊമാൻറ്റിക് ഹീറോ എന്ന തരത്തിൽ ദുൽഖർ പകരക്കാരനില്ലാത്ത താരമായി മാറുന്നുമുണ്ട്. ദുബായിൽ വളർന്ന ബാംഗ്ലൂരിൽ ജീവിക്കുന്ന അർബൻ ഗേളായി നിത്യ വേഷം കൊണ്ടും ഭാഷ കൊണ്ടും ശരീരഭാഷ കൊണ്ടും മികവ് കാണിക്കുന്നു. ശേഖർ മേനോനാണ് തരക്കേടില്ലാത്ത മറ്റൊരു വേഷമുള്ളത്. ഇഴഞ്ഞു നീണ്ട ആഖ്യാനവും അനാവശ്യമായ നിരവധി രംഗങ്ങളും ഉണ്ടെങ്കിലും സാങ്കേതികപരമായ തരക്കേടില്ലാത്ത ഒരു ഉൽപ്പന്നം അണിയിച്ചൊരുക്കാൻ ജുനൂസ് മുഹമ്മദിന് കഴിഞ്ഞിട്ടുണ്ട്. വലിയ തരക്കേടില്ലാത്ത ഡയലോഗുകളാണ് സിനിമയെ ചിലപ്പോഴൊക്കെ രക്ഷിച്ചു കൊണ്ടുപോകുന്നത്. ബാലൻ കെ നായർ, ഷീല, ഉമ്മർ എന്നീ പഴയ സിനിമാ പേരുകൾ വെച്ചുള്ള സാധ്യമായ തമാശകൾ കുറച്ച് ചിരി വരുത്തുന്നുമുണ്ട്. ഏറ്റവും പോസിറ്റീവായ ഗുണം അശ്ലീല സംഭാഷണം സമ്പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്.